ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വിഷുവൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോവാം അല്ലേ. രാവിലെ ഇപ്പോൾ ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ. ടൈം 4:30, പുലർച്ചെ 4:30ക്കുള്ള സീനാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. സാധാരണ ഇന്ന് വരെ എനിക്ക് ഇങ്ങനെ ഇഡ്ഡലിയുടെ മാവ് പൊങ്ങി വന്നിട്ടില്ല. ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള പാത്രവും അളവും മാത്രമേ വെക്കാറുള്ളൂ കേട്ടോ. ഇങ്ങനെ പൊങ്ങി ഇപ്പം പോവും എന്നുള്ള മട്ടിൽ ഇരിക്കാറില്ല. അത് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അടപ്പ് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് ഇത് ഇത്രയും പൊങ്ങി വന്ന് അടപ്പിൽ തട്ടി നിൽക്കുകയാണ് എന്നുള്ളത് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഓടിയത്, ഞാനിത് വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന്. കാരണം ഞാനൊന്ന് വെറുതെ തുറന്ന് നോക്കിയതാണ്, എത്ര പൊങ്ങി എന്നറിയാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം മാത്രമേ നമുക്ക് പൊങ്ങി വരാറുള്ളൂ കേട്ടോ. സാധാരണ അതേ അളവിൽ തന്നെയാണ് ഞാൻ ഇന്നും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് പൊങ്ങി വന്നു, അടപ്പ് തട്ടി, പക്ഷെ പുറത്തേക്ക് പോയില്ല. ഞാനത് തുറന്നതിന് ശേഷം വീഡിയോ എടുക്കാൻ വേണ്ടി വീണ്ടും അത് അടച്ചു വെച്ചു കേട്ടോ. ഫോൺ എടുക്കാൻ പോയി എന്നിട്ട് തിരിച്ച് വന്നപ്പോഴേക്കാണ് അതിൻ്റെ സൈഡിൽ കൂടെ 2-3 ഉറ്റൊക്കെ വീണിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത്രേ പോയുള്ളൂ. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, നിറഞ്ഞ് തൂവി പോകുന്നത്, പുറത്തേക്കൊക്കെ പോകുന്നത്, ഉഴുന്നാണ് അങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മളത് അങ്ങനെ അങ്ങോട്ട് പോവാതെ രക്ഷപ്പെട്ടു. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്കൊന്ന് കരുതിയിരിക്കാനുള്ള മുന്നൊരുക്കം പോലെയാണ് എനിക്കിത് തോന്നിയത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ഒന്നെങ്കിൽ 2 പാത്രത്തിലാക്കി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇതിൽ വലിയ പാത്രം എടുക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ. പിന്നെ ഞാൻ 4:30ക്ക് ശേഷം ഞാൻ 4:30ക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കണത് അതിന് മുന്നേ തന്നെ ഞാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇഡ്ഡലി 6 മണിയായപ്പോഴാണ് ഇഡ്ഡലി ഉണ്ടാക്കിയത്. അപ്പോൾ അപ്പൂസ് എണീറ്റ് വന്നതേ വീണു കേട്ടോ. ആളവിടെ വീണു. അപ്പോൾ ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് ആളടുത്തേക്ക് ചെന്നതാണേ. സംഗതി വേറെ ഒന്നല്ല കേട്ടോ. ഇപ്പം സമയം 6 മണിയാണ് ആയിട്ടുള്ളത്. ആ 6 മണിക്ക് അപ്പൂസ് എണീറ്റ് വന്നിട്ടുണ്ട്. എണീറ്റ് വന്ന് അവൻ അവിടെ വന്ന് ഇരിക്കുകയും ചെയ്തു. ഞാൻ ഫോണും കൊണ്ട് വീഡിയോ എടുക്കാൻ വന്നതുകൊണ്ടാണ് അവൻ എണീറ്റ് പോയത്. അങ്ങനെയാണ് അവൻ വീണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ വെളിച്ചൊക്കെ അങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ. അതേ കിരണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൂസെ 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 അപ്പൂസെ. അങ്ങനെ ഇത് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, ചട്നിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ഇഡ്ഡലിയുടെ മാവ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഇഡ്ഡലി ഉണ്ടാക്കുന്ന ടൈമിൽ പിറ്റേ ദിവസം ദോശയ്ക്കും കൂടിയുള്ള മാവ് ഞാൻ എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് കുറഞ്ഞു പോയിട്ടോ. വേറൊന്നുമല്ല, കുറച്ചേറെ ഇഡ്ഡലി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഉണ്ടാക്കിയപ്പോൾ പിന്നെ ദോശയ്ക്ക് തികയില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പച്ചരിയുടെ പൊടി ഉണ്ടായിരുന്നു, ആ പച്ചരി പൊടിയും കൂടെ അതിലേക്ക് വെച്ചിട്ട്, അങ്ങനെ പൊതുവേ ഞാൻ ചെയ്യാറില്ല, പക്ഷെ അങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് പച്ചരി പൊടി ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി ഒരു അരമണിക്കൂർ അങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ പാത്രത്തിലല്ല, നമ്മൾ വേറെ പാത്രത്തിലാണ് പിന്നെ വെക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിന് ശേഷം വേഗം ഞാൻ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ നമ്മളെ ഇന്നലത്തെ പോലെ തന്നെ ഇന്നലത്തതിൻ്റെ ബാക്കി കാട് വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പൂസും മനുവും ഒക്കെ അവിടെയാണ്, അപ്പുറത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, കളിക്കുന്നു ഒക്കെ ഉണ്ട്. ഏതായാലും ചായ കുടിച്ചിട്ടാണ് ഇന്ന് പോയിട്ടുള്ളത്. അങ്ങനെ ഞാൻ വേഗം അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് വേഗം കുളി കഴിഞ്ഞ് വന്നു. പിന്നെ കുറച്ച് ചീര നന്നാക്കാനുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വെയിലാവുമ്പോഴേക്ക് നമ്മൾ കുളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ തലയൊക്കെ വീണ്ടും വേർത്ത് പോവില്ലേ. അപ്പോൾ വേഗം ഞാനിത് ചീരയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ചീര നമ്മൾ വാടി പോകുന്നതിന് മുന്നേ നന്നാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അരിഞ്ഞെടുക്കുന്നത് കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. ഇതിങ്ങനെ വാടി വീണിട്ടുണ്ടെങ്കിൽ ഇലയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ പിന്നെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേഗം നന്നാക്കി വെക്കും. ചീര ആയാലും മുരിങ്ങ ആയാലും ഒക്കെ വാടുന്നതിന് മുന്നേ
ഇനിയിപ്പോൾ അരിയാനും ഊരാനും ഒന്നും നേരെ ഇല്ലെങ്കിൽ ഞാൻ വേഗം ഇതുപോലെ നന്നാക്കിയെങ്കിലും വെക്കും കേട്ടോ. എന്നാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് എടുത്ത് അരിയുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് ഞാൻ വേഗം അരിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് വെച്ചു കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് ഞാനൊന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എടുത്തിട്ട് ബാക്കിയുള്ളത് അരിഞ്ഞ് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വെള്ളം ഒന്ന് കുടഞ്ഞ് വെക്കുക, അല്ലെങ്കിൽ വേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചാൽ മതി, അങ്ങനെ വാടിപ്പോവില്ല. ഞാൻ ആദ്യം ഒന്ന് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കും, അപ്പോൾ അത്ര പെട്ടെന്ന് വാടില്ല കേട്ടോ. എന്നിട്ട് പിന്നെ വേഗം ഇതേ കണ്ടിലൊക്കെ അരിഞ്ഞെടുത്തു. ആദ്യം അരിഞ്ഞത് വേഗം കറി വെക്കുകയാണ് കേട്ടോ. താളിപ്പ് പോലെ കറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അത് ഒരു നേരത്തേക്കുള്ളത് മാത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ താളിപ്പൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. 2 നേരത്തേക്കൊക്കെ തേങ്ങ അരച്ചിട്ട് വെക്കുന്ന കറികളെ വെക്കാറുള്ളൂ. ഇത് ഞാൻ താളിപ്പ് ഒരു നേരത്തേക്ക് ആക്കി അതങ്ങനെ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞെടുത്തിട്ട് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ അതേ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ അവരവിടെ ഇങ്ങനെ ഓരോന്ന് ചെയ്യായതുകൊണ്ട് ഞാനിപ്പോൾ തേങ്ങ പൊളിക്കാൻ വിളിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പൊളിച്ചൊക്കെ തരാറുണ്ട്. പൊളിക്കുമ്പോൾ ഒന്നിച്ച് ഇങ്ങനെ 4-5 എണ്ണമൊക്കെ പൊളിച്ച് വെക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനിതേ തേങ്ങയൊക്കെ പൊളിക്കാൻ തുടങ്ങി കേട്ടോ. ഞാനൊരു 2 എണ്ണത്തിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നുള്ളതൊക്കെ ഞാൻ അങ്ങനെ അവരോടൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴേക്കും ഇത് അപ്പൂസും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പൂസേ വന്ന് നിൽക്കല്ലേ, ഷർട്ട് ഇട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൾ വേഗം ഷർട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആൾക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ് വേണ്ടത്. അത് ഷർട്ട് ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ട് വേഗം ഷർട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും അപ്പോൾ അതേ തേങ്ങയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കറ്റാർ വാഴയിൽ 2-3 തണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട്. എന്നും കേട്ട് മടുക്കുന്നവർ ഒന്ന് ക്ഷമിക്കുക, അത്രേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തേങ്ങ പൊളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര സംശയമായിരിക്കില്ലേ. അങ്ങനെ സംശയങ്ങളൊക്കെ തീർത്തു. ഞാൻ തേങ്ങയും പാരയൊക്കെ കൊണ്ട് വന്നു. പിന്നെ നമുക്ക് കുറച്ച് പണിയുള്ളത് അടുക്കളയിലായിരുന്നേ. പിന്നെ നമുക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു, വേറെ ഒന്നുമല്ല കേട്ടോ. കുറച്ച് പായസം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ, അവിയൽ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പായസത്തിന് സേമിയ പായസമാണ് ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ അതിൻ്റെ സേമിയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സേമിയ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള പകുതി സേമിയ ആദ്യം വറുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള സേമിയയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അത് 2 രീതിയിലുള്ള വറവായിട്ടിരിക്കും. അപ്പോൾ അതിന് 2 കളർ വരും. ആ ഒരു 2 കളറുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ സേമിയ വറുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, അവിയൽ എന്താ പറയുക വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അതേപ്പോൾ ഞാൻ വെള്ളം വറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും നമ്മൾ സദ്യയിൽ ഉണ്ടാക്കണ അവിയലാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കിയെടുക്കണത്, അത് വേറെ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ അതിൽ വെള്ളം ഒഴിക്കുക, നല്ല ഡ്രൈ ആയിട്ടിരിക്കും അവിയൽ. സദ്യയിൽ ഉണ്ടാക്കണ അവിയലാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അതുപോലെ നല്ല രീതിയിൽ തേങ്ങ ചതച്ചിട്ടിരിക്കണതൊക്കെ കാണും കേട്ടോ. തേങ്ങ അരച്ചതൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ചില രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ അരക്കില്ല, ചതയ്ക്കണത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ശരിക്കും ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കാണ്ട് ചെറു തീയിൽ ഉപ്പൊന്ന് പിടിക്കാനുള്ള രീതിയിൽ വെള്ളം കുടഞ്ഞു കൊടുക്കില്ലേ, അങ്ങനെ കുടഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത് വെച്ചാൽ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ ആവശ്യത്തിന് തൈരൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിലുള്ള വെള്ളവും വരില്ലേ, അങ്ങനെ ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്നത് സത്യത്തിൽ ഇവിടെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ചൊന്ന് വേവിച്ചെടുക്കും, കുറച്ചൊന്ന് അത്ര വേവില്ല ശരിക്കും അവിയൽ ഉണ്ടാക്കുമ്പോൾ. ഇത് ഞങ്ങൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് തേങ്ങ അരച്ചിടും, പിന്നെ ചതച്ചിടും കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ഇഷ്ടത്തിന് അതിൻ്റെ ഒരു പാകത്തിൽ അങ്ങനെയല്ലേ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത് കേട്ടോ, സദ്യയിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് ആ ഒരു ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കണതിലാണ് കേട്ടോ.
മറ്റേത് തീരെ വെന്ത പോലെ എനിക്ക് തോന്നില്ല, പീസുകളൊക്കെ വെന്ത പോലെ എനിക്ക് തോന്നില്ല. ഇതാകുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരുടെയൊക്കെ എങ്ങനെയാണ് കേട്ടോ പറഞ്ഞ് എന്താ പറയുന്നതെന്ന് തന്നെ അറിയില്ല, ഇഷ്ടം എങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് നമ്മുടെ പപ്പായ പഴുത്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഞാൻ പറിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏട്ടൻ അത് തോലൊക്കെ ചെത്തിയിട്ട് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് കൂടുതൽ തോല് ചെത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറ ചുഴയ്ക്കാതെ കിട്ടും കേട്ടോ, നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ അങ്ങനെ അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പൂസ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ ആൾക്ക് ഈ കാണുന്ന നോക്കൊന്നും ഇത് കഴിക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. സാധാരണ 1-2 കഷ്ണം കഴിക്കും, ഇന്ന് അത്ര പോലും ആൾ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ബാക്കി ഞങ്ങളൊക്കെ അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങനെ വല്ലപ്പോഴേ കിട്ടാറുള്ളൂ കേട്ടോ, ബാക്കി കാക്ക കുത്തിക്കൊണ്ടുപോകും. പിന്നെ കുറച്ചുകൂടെ മാങ്ങയൊക്കെ അരിയാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞു. ഉപ്പും മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചു. പിന്നെ അതുപോലെ നമ്മുടെ കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നാളെ കുപ്പിക്കൊക്കെ ആക്കി വെക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്ര നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഓക്കെ, ബായ്.